ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിലൂടെ സ്വർഗം നമുക്ക് തരുന്ന സഹായം ദൈവത്തിൽ നിന്ന് ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. പ്രത്യേകമായി ഇന്ന് നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നതും ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ സമർപ്പിക്കുന്നതും സാമ്പത്തികമായി തകർന്ന് കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന, ജപ്തി നോട്ടീസുകൾ മൂലം എങ്ങനെ മുന്നോട്ട് പോകും, ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നോർത്ത് ആകുലപ്പെടുന്ന പതിനായിരക്കണക്കിന് ജീവിതങ്ങളും കുടുംബങ്ങളും നമ്മുടെ മധ്യയുണ്ട്. സാമ്പത്തികമായ കൊടിയ തകർച്ച മൂലം നട്ടം തിരിയുന്ന എത്രയെത്രയോ ജീവിതങ്ങൾ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇപ്രകാരം വേദനിക്കുന്ന, വിഷമിക്കുന്ന, സാമ്പത്തികമായ വഴികൾ അടഞ്ഞ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ഇന്ന് പ്രത്യേകം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. സഹായം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയിലൂടെ അതിശയകരമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാത്രം വലുതായിക്കൊള്ളട്ടെ, സാമ്പത്തിക ബാധ്യതകൾ മൂലം എന്തിനാ ജീവിക്കുന്നത്? ഈ കൊടിയ തകർച്ചയിൽ ഞങ്ങൾ എങ്ങനെ കരകയറും? ഞങ്ങളുടെ കുടുംബം എങ്ങനെ രക്ഷപ്പെടും? ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് ഓർത്ത് നീറി കഴിയുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, മനസ്സും അടുത്ത് ഹൃദയം നൊന്ത് വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് അനേക മക്കൾ ഇതിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങളേവരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, സങ്കീർത്തകൻ ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കുകയാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വികാര വിചാരങ്ങളാണ് ഈ തിരുവചനങ്ങളിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. ദൈവമേ, ഞങ്ങൾക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ഈ സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങൾ ആര് കരകയറ്റും? ഈ കൊടിയ തകർച്ചയെ ഞങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? കോടിക്കണക്കിന് കടബാധ്യതകള്, ഇതാ ജപ്തി നോട്ടീസ് ബാങ്കുകാർ പതിച്ചിരിക്കുകയാണ്. കടം വീട്ടുവാൻ യാതൊരു വഴിയുമില്ല. എല്ലാവരോടും മാക്സിമം ചോദിച്ചു, ഇനി സഹായിക്കാൻ ആരും തന്നെയില്ല. ജീവിതം പെരുവഴിയിലായൊരവസ്ഥ. കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കും? കുടുംബത്തിന്റെ അവസ്ഥ എന്താകും എന്നോർത്ത് നീറി കഴിയുന്ന ഒത്തിരി സഹോദരി സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ശ്രദ്ധിക്കുന്നു. എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹോദര സഹോദരി, നമുക്കുള്ള സഹായം വരുന്നത് മാനുഷികമായ സ്രോതസ്സുകളിൽ നിന്നല്ല, ഈ ലോകത്തിന്റെ മറ്റു വഴികളിൽ നിന്നല്ല. ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി. പർവ്വതം എന്ന് പറയുന്നത് അത് ദൈവ സാന്നിധ്യത്തിനിടമാണ്. എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം? ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, ദൈവമേ, എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ആര് ഞങ്ങളെ സഹായിക്കും? 2-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മെ സഹായിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളുണ്ട്. നമ്മുടെ വഴികൾ പോലെയല്ല ദൈവമായ കർത്താവിൻ്റെ വഴികൾ. നമുക്ക് 1-2 വഴികളാണ് ഉള്ളത്. നമ്മളെ വിമോചിപ്പിക്കുവാൻ, നമുക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം തരുവാൻ,
നമ്മളെ സാമ്പത്തികമായി അനുഗ്രഹിച്ചുയർത്തുവാൻ, നമ്മുടെ കടബാധ്യതകളിലേക്ക് തന്നെ ശക്തിയെ പകരുവാൻ, നമ്മൾ അനുഭവിക്കുന്ന കൊടിയ ദുരിതങ്ങൾ നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവിന്റെ കരങ്ങള് കുരുകിപ്പോയിട്ടില്ല. അവിടുത്തെ കരങ്ങളിൽ നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, സാമ്പത്തികമായ അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, സഹായം ദൈവത്തിൽ നിന്ന്. നമുക്ക് വേണ്ട സഹായം ദൈവത്തിൽ നിന്ന് വരും. ജെറമിയ പ്രവചനം 31:16 പ്രവാചക വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന സമയത്ത് വ്യക്തമായ ആത്മാവ് പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 100 ആയിരക്കണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങളാണ്. അതിൽ ഭൂരിഭാഗവും സാമ്പത്തികമായി തകർന്ന മക്കള്, കടബാധ്യത മൂലം നട്ടം തിരിയുന്നവരെ, ജീവിതം അഴിമുട്ടി നിൽക്കുന്നവരെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകുലപ്പെട്ട് പ്രയാസത്തോടെ വേദനിച്ച് കഴിയുന്ന മക്കള്. സഹോദരങ്ങളെ, ഇന്നത്തെ വലിയൊരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ തകർച്ച, കടബാധ്യതകൾ വിട്ടൊഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി. കർത്താവ് പറയാ, നിന്റെ കണ്ണുനീർ നീ തുടയ്ക്ക്, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവനാണ്. നിന്റെ യാതനകൾക്ക്, നീ അനുഭവിക്കുന്ന വേദനകൾക്ക്, സഹോദര സഹോദരി, നമ്മുടെ ദുരിതങ്ങൾക്ക്, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ നൊമ്പരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇതിൽ 10,000 കടബാധ്യതയുള്ളവരുണ്ട്, ലക്ഷങ്ങൾ കടബാധ്യതയായ മക്കളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള അനേകരിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് അവരവരുടെ ബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും വലിയ പ്രതിസന്ധികളാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ കർത്താവിൽ ശരണപ്പെടുക, കർത്താവിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുക. പ്രതിസന്ധികളിലും ഞെരുക്കങ്ങളിലും കൊടിയ ദുരിതങ്ങളിലും സഹനങ്ങളിലും നമ്മൾ വിട്ടുപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ, നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ, തന്റെ സമാധാനത്തിന് തികവിൽ നമ്മെ സംരക്ഷിക്കുന്നവൻ. ആ കർത്താവ് നമ്മൾ ഒന്നിച്ച് ആരാധിക്കാൻ പോവാണ്. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഈ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സാമ്പത്തികമായ പ്രതിസന്ധികള്, കൊടിയ തകർച്ചകള്, കടബാധ്യതകള്, ജപ്തി നോട്ടീസുകള്, കടം കയറി മുടിഞ്ഞു പോകുന്നൊരവസ്ഥ, സാമ്പത്തികമായ പ്രതിസന്ധി മൂലം ജീവിക്കാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന ചില അനുഭവങ്ങള്, എന്തുമാവട്ടെ സഹോദര സഹോദരി, നിങ്ങൾ ഇതിലേക്ക് ടെക്സ്റ്റ് ചെയ്യുക. ഈ സമയം നിങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിക്കുക. ഈ ലൈവ് ശുശ്രൂഷയുടെ സമയത്ത് നിങ്ങൾ ഫോണിൽ വിളിച്ചോ. 10,000 നമ്മൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കണ്ണീർ തുടയ്ക്കും, യാതനകൾക്ക് പ്രതിഫലം തരും, സങ്കടങ്ങൾക്ക് ഉത്തരം തരും, നമ്മുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും. നമ്മൾ അറിയാത്ത വിധത്തിൽ പുതുവഴികൾ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നിങ്ങൾ ഈ നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യുക, നിങ്ങൾ നിയോഗങ്ങൾ സെൻഡ് ചെയ്യുക. ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇതാ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങുകയാണ്. നമ്മെ വിമോചിപ്പിക്കുന്ന ശക്തി, നമ്മെ അനുഗ്രഹിക്കുന്ന ശക്തി, നമ്മെ അഭിഷേകം ചെയ്യുന്ന ശക്തി, നമ്മെ വീണ്ടെടുക്കുന്ന ശക്തി, നമ്മെ നവീകരിക്കുന്ന ശക്തി, നമുക്ക് സമാധാനം നൽകുന്ന ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നു, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നു. സാമ്പത്തികമായ കുരുക്കുകളിലേക്ക്, കടബാധ്യതയുടെ ബന്ധനങ്ങളിലേക്ക്, സാമ്പത്തികമായി വഴിമുട്ടി നിൽക്കുന്ന ചില പ്രതിബന്ധങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ ഇറങ്ങുന്നു, ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുന്നു. സ്തുതിക്കുന്നു. സഹോദര സഹോദരി, കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ
നാമത്തിന്റെ അത്ഭുത ശക്തിയിൽ വിശ്വസിച്ച് ആ നാമത്തിന് അനന്ത ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സംഘ തുറന്ന് ഒരു മനസ്സോട് ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നു, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുത്തെ വചനമയച്ച് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. സാമ്പത്തിക കുരുക്കുകളിൽ നിന്ന്, സാമ്പത്തികമായ ബന്ധനങ്ങളിൽ നിന്ന്, സാമ്പത്തിക തകർച്ചയുടെ പീഡകളിൽ നിന്ന് പതിനായിരങ്ങൾക്ക് വിമോചനം നൽകണമേ. ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ യേശു നാമത്തിൽ ഇപ്പോൾ ഈ സമയം സംഭവിക്കട്ടെ. ആയിരക്കണക്കിന് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. പതിനായിരങ്ങളിലേക്ക് സാമ്പത്തിക വിമോചനത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കടന്നു വരട്ടെ. കർത്താവേ, കരങ്ങൾ നീട്ടണമേ. അങ്ങയുടെ ജനത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. അവിടുത്തെ ജനത്തോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ജനത്തിന്റെ സങ്കടങ്ങൾ മാറ്റണമേ. ജനത്തെ ആശ്വസിപ്പിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമടിച്ച് കരമടിച്ച് എല്ലാം മറന്നു പാടിക്ക മക്കളെ. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മുടെ മധ്യയുണ്ട്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനത്രേ. അവന്റെ വിശ്വസ്തതയിൽ വിശ്വസിച്ച് കരമടിച്ചൊരു കുടുംബമായി ഒന്നിച്ച് പാടി പാടി ആരാധിച്ച് ആമേൻ, ആമേൻ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഈശോ, നിന്നതല്ല നാം, ആമേൻ. നമ്മെ നിർത്തിയത് മനുഷ്യരല്ല, സർവശക്തരായ ദൈവമാണ്. ഈശോ, ആവർത്തിച്ച് പാടുകേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഈശോയേ, കൃപയൊഴുകട്ടെ. ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ അഭിഷേകം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം, അനോയിന്റിംഗ്, അനോയിന്റിംഗ്. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. പാടുകേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും കർത്താവേ, വീണു പോകാതെ, വഴി തെറ്റി പോകാതെ, തളർന്നു പോകാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളെ താങ്ങണമേ, ഞങ്ങളെ കരുതണമേ, ഞങ്ങളെ വഴി നടത്തണമേ. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ആമേൻ, ആമേൻ. ഉയർക്കില്ലെന്ന് ശത്രുഗണം വാദിച്ചപ്പോ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ ആമേൻ. എത്ര പേര് പറഞ്ഞു നമ്മെ നോക്കിക്കൊണ്ട്, ഞാൻ ഇന്ന് കാണട്ടെ നീ വളരുന്നത്, നീ ഉയരുന്നത്, ഞാനിന്ന് കാണട്ടെ. പേടിക്കണ്ട. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ ജയം നൽകി ജയഘോഷം ഉയർത്തിടുവാൻ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആത്മാവിൽ നിറഞ്ഞ്. ഇത്രത്തോളം ജയം ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ. അപ്പാ, അപ്പാ, കൃപ തരണമേ, കൃപ തരണമേ. ഈ പ്രതിസന്ധികളെ, ഈ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള കൃപ തരണമേ. സാമ്പത്തികമായി തകർന്ന മക്കളിലേക്ക്, കടബാധ്യത മൂലം നട്ടം തിരിയുന്നവരിലേക്ക്, ജപ്തി നോട്ടീസ് മൂലം പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയ്ക്ക് അടിമപ്പെട്ട കുടുംബങ്ങളിലേക്ക് കർത്താവേ ശക്തി പകരണമേ, അഭിഷേകം പകരണമേ. കരമുയർത്തി, കരമുയർത്തി, ചങ്ക തുറന്ന് ഒരൊറ്റ വിളി, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങളുടെ ജനത്തോട് കരുണ കാണിക്കണമേ കർത്താവേ,
കാരുണ്യം ചൊരിയണമേ, കൃപ വർഷിക്കണമേ. പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക് ദൈവകൃപ ഇറങ്ങട്ടെ. സാമ്പത്തിക കെട്ടുപാടുകൾ അഴിയട്ടെ, സാമ്പത്തിക ബന്ധനത്തിന്റെ കുരുക്കുകൾ അഴിയട്ടെ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ, അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുത വഴികൾ തുറക്കണമേ. ഞാൻ പെരുവഴിയിലായി പോയല്ലോ, എന്റെ കുടുംബം പെരുവഴിയിലായല്ലോ എന്നോർത്ത് വേദനിക്കുന്നവരിൽ പുതുവഴികൾ തുറക്കണമേ. റിലീസ്, പുതിയ വഴികൾ, പുതിയ വഴികൾ സാമ്പത്തിക മണ്ഡലങ്ങളിൽ, സാമ്പത്തിക തലത്തിൽ സാമ്പത്തികമായി പൊളിഞ്ഞ് തകർന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയ, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നോർത്ത് വേദനിക്കുന്ന ആയിരങ്ങളിൽ കർത്താവേ അവിടുത്തെ പുതുവഴികൾ തുറന്നു കൊടുക്കണമേ. റിലീസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഈശോയെ. പരിശുദ്ധമ്മ മാതാവേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ജപ്തി മൂലം ഭാരപ്പെട്ട് ആകുലപ്പെട്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നോർത്ത് വേദനിക്കുന്ന നിരവധിയായ സാമ്പത്തിക പ്രശ്നങ്ങളും വിഷയങ്ങളും നമുക്കുണ്ട്. എന്തുമാവട്ടെ, ആ നിയോഗങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, ഈ സമയം ഫോൺ ചെയ്ത് നിങ്ങൾ അറിയിക്കുക. ടീം ഷക്കീനയുടെ മധ്യസ്ഥ പ്രാർത്ഥന 24 മണിക്കൂറും ടീം ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരമായിരുന്നു. ആയിരങ്ങളോ പതിനായിരങ്ങളല്ല പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ സാമ്പത്തിക കെണിയിൽ അകപ്പെട്ട്, കടക്കെണിയിൽ അകപ്പെട്ട് ഉഴലുന്ന, വേദനിക്കുന്ന ലക്ഷക്കണക്കിന് ജീവിതങ്ങളും കുടുംബങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. മകളുടെ വിവാഹത്തിന് വേണ്ടി ലോൺ എടുത്തതാണ്, കടം വാങ്ങിയതാണ്, പ്രതീക്ഷിച്ചതുപോലെ കടം വീട്ടാൻ കഴിഞ്ഞില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കൾ വിദേശത്തേക്ക് പോയി അവിടെ ഒരു ജോലിയും പഠനമൊക്കെ സ്ഥിരമാകാൻ വേണ്ടി ലോൺ എടുത്തതാണ്. പക്ഷെ എല്ലാം കുഴഞ്ഞുപോയി, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോയില്ല. കടം ഇങ്ങനെ കയറി കയറി വന്നു. പലിശയ്ക്ക് പണമെടുത്തവരെ, ബ്ലേഡ് പലിശ കൊടുക്കുന്നവരെ, അതുപോലെ തന്നെ ആധാരവും മറ്റ് വസ്തുക്കളെല്ലാം പണയം വെച്ച് ലോൺ എടുത്തവരെ, അടയ്ക്കാൻ കഴിയാതെ ബാങ്ക് ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുകയാണ്. അവരുടെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. കുടുംബം നഷ്ടപ്പെടും, വീട് നഷ്ടപ്പെടും, ഞങ്ങൾ എങ്ങോട്ട് പോകും? വഴിമുട്ടി നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളും ജീവിതങ്ങളും എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ഇടയിലുണ്ട്. സാമ്പത്തികമായി തകർന്ന മക്കള്, ബിസിനസ് പൊളിഞ്ഞു, ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത, കോടികൾ കടബാധ്യത, കടക്കാരെ ശല്യം ചെയ്യുന്നു, മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക, ചിലരെ നാട് വിട്ടു പോയിരിക്കുകയാണ്. കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന മക്കള്, നിരാശപ്പെട്ട് ഭയപ്പാടിലും ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിൽ നൊമ്പരത്തിലുമായിരിക്കുന്ന ഒത്തിരി ഒത്തിരി ജീവിതങ്ങൾ. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ, ഈ സമയം ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. നമുക്ക് വേണ്ട സാമ്പത്തികമായ അനുഗ്രഹം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. പാതി വഴിയിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കഷ്ടതകളിലും കണ്ണുനീരിലും സാമ്പത്തികമായ പ്രതിസന്ധികളിലും കടബാധ്യതകളിലും നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ പരിപാലിക്കുന്നവനും നമുക്ക് ആശ്വാസം തരുന്നവനുമാണ് നമ്മുടെ കർത്താവായ യേശു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഈ സമയം നമ്മുടെ എല്ലാ ജോലികളും പണികളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. സ്വസ്ഥമായ ദൈവസന്നിധിയിലായിരിക്കും. പറ്റുന്ന ഒരു പരിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കണം. സുഭാഷിത പുസ്തകം 10-ാം അധ്യായം 22-ാം വചനത്തിൽ
പരിശുദ്ധ വചനം പറയുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ്, ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിന്, കുടുംബത്തിന് സമ്പത്ത് തരുന്നു. കർത്താവ് തരുന്ന സമ്പത്തിൽ ദുഃഖമില്ല മക്കളെ. അത് കൊള്ളപ്പലിശക്കാർ കൊണ്ടുപോവുകയില്ല, പോക്കറ്റടിക്കാർ കൊണ്ടുപോവുകയില്ല, അത് അന്യായമായി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. ആ സമ്പത്ത് നമുക്ക് നമ്മുടെ തലമുറകൾക്കും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്കുമായി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് നമ്മോട് കാരുണ്യം കാണിക്കും. കർത്താവിൻ്റെ അനുഗ്രഹമാണ്, അവിടുത്തെ കൃപയാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പുതുവഴികൾ തുറക്കപ്പെടുകയാണ്. അസാധാരണമായ വിധത്തിൽ, വിചിത്രവും വ്യത്യസ്തവുമായ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വിചിത്രമായ വഴികൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ഉം 26-ഉം വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്നും, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. എൻ്റെ സഹോദരങ്ങൾ, അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും നമ്മൾ പ്രഘോഷണങ്ങളിലൂടെ കേൾക്കുകയും ചെയ്ത തിരുവചനങ്ങളാണിത്. നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമായ വചനമാണ്. നിങ്ങൾ എന്തിനാണ് ആകുലചിത്തരാകുന്നത്? ശരീരത്തെക്കുറിച്ചോ വസ്ത്രത്തെക്കുറിച്ചോ, നിങ്ങൾ ജീവനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഉത്കണ്ഠാകുലരാകുന്നു? നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നില്ലേ? കർത്താവ് ചോദിക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രതിസന്ധികളുണ്ട്. വെള്ളപ്പൊക്കം മൂലം, പ്രളയം മൂലം, പ്രകൃതിക്ഷോഭങ്ങൾ മൂലം എത്ര കുടുംബങ്ങൾ താറുമാറായി. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. നല്ല വിശ്വാസിയായൊരു ചെറുപ്പക്കാരനാണ്. 2018 ആ പ്രളയത്തിൽ അവന് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. ഒരു ചെറിയ ബിസിനസ്സുകാരനാണ് അവൻ. അതിൽ നിന്ന് അവൻ കരകയറി വരുമ്പോഴേക്കും ഇപ്പോൾ ഈ അടുത്ത് വലിയ പ്രളയം ഉണ്ടായിട്ട് അവൻ്റെ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയി. അവൻ പറഞ്ഞു, ദൈവം എവിടെയാ? എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. കാരണം അടിക്കടിക്കുണ്ടാകുന്ന ഈ തകർച്ചകൾ ഒന്ന് കരകയറി വരുമ്പോഴേക്കും കൊടിയ നാശം പോലെ അവനെല്ലാം നഷ്ടപ്പെടുകയാണ്. വലിയ കടബാധ്യതകൾ, അവൻ വിശിഷ്ടപ്പെട്ട അവൻ്റെ പല ബിസിനസ്സിനോട് ബന്ധപ്പെട്ട പല വസ്തുക്കളും ഈ വെള്ളപ്പൊക്കത്തിൽ അതൊക്കെ ഒലിച്ചുപോയി. അവന് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി. നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല, പഞ്ചായത്തുകാർ ശ്രദ്ധിക്കുന്നില്ല. ആ ചെറുപ്പക്കാരൻ്റെ ശോഭം കാണണം. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു ചെറുപ്പക്കാരൻ്റെ അനുഭവമല്ല. 10,000-കണക്കിന് മനുഷ്യർക്ക് അവരുടെ സ്വപ്നങ്ങൾ തകർന്നുപോയി, പ്രതീക്ഷകൾ അസ്തമിച്ചു. അടിക്കടിക്കുണ്ടാക്കുന്ന പ്രതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, പ്രളയക്കെടുതികൾ. എങ്ങനെയാണ് ജീവിക്കാൻ പറ്റണേ? ജീവിക്കാൻ പറ്റുന്നില്ല. ജോലി നഷ്ടപ്പെടുന്നു, ബിസിനസ്സുകൾ പൊളിയുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത്തരത്തിൽ സാമ്പത്തികമായി തകർന്ന ഒരുപാട് ജീവിതങ്ങൾ, വഴിമുട്ടി നിൽക്കുന്നവരെ കർത്താവ് പറയാം, നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാൾ അധികമായി മക്കളെ ഞാൻ അറിയുന്നുവെന്ന് ആരാ പറയുന്നത്? ദൈവമായ കർത്താവാണ്. വെറും വാക്ക് പറഞ്ഞു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെക്കാൾ എത്രയും അധികമായി അറിയുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്, ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 4:6 സെന്റ് പോൾ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട. നിങ്ങൾ ആകുലരാകേണ്ട. ശരിയാ, നമുക്ക് ഒത്തിരി ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ ആര് വീട്ടും?
ഈ കടം വീട്ടുവാൻ ഒരു വഴിയും കാണുന്നില്ല. ലോൺ അടയ്ക്കാൻ നിർവാഹമില്ല. ജോലി വേണ്ടേ, ജോലി ഉണ്ടായിട്ട് വേണ്ടേ, നമുക്ക് വരുമാനം വേണ്ടേ ഈ ലോൺ അടയ്ക്കണമെങ്കിൽ? എങ്ങനെ ഈ പലിശ കൊടുത്ത് തീർക്കും? കടം നൽകിയവരെ ശല്യപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ബാങ്കുകാര് തുരുതുര നോട്ടീസ് അയക്കുന്നു. ദൈവമേ, എന്തു ചെയ്യും? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പ്രഖ്യാപിക്കുകയാണ്, ഈ പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടെങ്കിലും എന്താണ് വചനം പറയുന്നത്? നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട, വിചാരപ്പെടേണ്ട. നാം പരിശുദ്ധ വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം ഈ തിരുവചനഭാഗം ഒരുപാട് സ്വാധീനിച്ചതാണ്. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനമാണ് എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചത്. എൻ്റെ ജനത്തോട് ഇത് പ്രഖ്യാപിക്കുക, ഈ വചനത്തിൻ്റെ പൊരുൾ എൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുക്കുക. ഈ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ നാളുകളിൽ നമുക്കറിയാം, ഇതൊരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല, ഒരു കുടുംബത്തിന് മാത്രം പ്രശ്നമല്ല. ഇന്ന് ആഗോള വ്യാപകമായി വലിയ സാമ്പത്തിക പ്രതിസന്ധി വരികയാണ്. പല ബിസിനസ്സുകാരെന്നോട് പറഞ്ഞു, ഓണസമയമാണ്, പക്ഷേ യാതൊരു കച്ചവടവും ഇല്ല, സാധനങ്ങൾ വിറ്റുപോകുന്നില്ല, ജനങ്ങൾക്കൊന്നും വേണ്ട, കയ്യിൽ പൈസയില്ല. ഈ മഴയും പ്രതികൂല കാലാവസ്ഥ മൂലം ഈ നാടൻ പണിക്ക് പോകുന്നവർക്കൊന്നും പണിയില്ല. പണിതാലല്ലേ, അധ്വാനിച്ചല്ലേ പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ബിസിനസ്സുകൾ നടക്കുന്നില്ല, കച്ചവടങ്ങൾ വേണ്ട വിധത്തിൽ പുരോഗതിയിലേക്ക് വരുന്നില്ല. അനേകർ ഇന്ന് വലിയ പ്രതിസന്ധിയില്ല മക്കളെ. ഇത് ഏതെങ്കിലും ഒരു ദേശത്തോ ഒരു സ്ഥലത്തോ ഒരു രാജ്യത്തോളം വിഷയമല്ല, ഇതൊരു ഗ്ലോബൽ ആഗോളപരമായ ഒരു പ്രതിസന്ധിയായി ഈ കൊടിയ സാമ്പത്തിക തകർച്ച ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തികമായ ആ നടു ഒടിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അതുപോലെ പ്രതിസന്ധികളോട് സംഭവിച്ചു. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ ഓരോരുത്തരും. എന്തുമാത്രം കഷ്ടപ്പെട്ട്, നമ്മൾക്ക് പ്രത്യാശിക്കാൻ അധികം വകയില്ലാത്ത വിധത്തിൽ ഓരോ ദിവസവും സാഹചര്യങ്ങൾ കൂടുതൽ വഷളായി മാറിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, സാഹചര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും എന്താണ് നമ്മോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? ഞാൻ ഈ തിരുവചന ഭാഗമാണ് ഇന്നിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം വരികയാണ്. ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മാനസിക തല ഇങ്ങനെ മാറിപ്പോണത് പോലെ തോന്നുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ജീവിക്കും ദൈവം? എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? കൊടിയ ബാധ്യതകൾ, ഇത്രയും വലിയ മിഷൻ, വീട്ടിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ പഠനം, ദൈവമേ വല്ലാത്ത ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ ഓരോ മാസവും ഉണ്ട്. ഇതെങ്ങനെ നടന്നു പോകും? ഇങ്ങനെ ചിന്തിച്ച് എൻ്റെ മെൻ്റൽ ബാലൻസ് പോണത് പോലെ എനിക്ക് തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവിനെ ആശ്വസിപ്പിച്ച് എനിക്ക് മനസ്സിലാക്കി, കർത്താവ് താൽക്കാലികമായി അനുവദിച്ചതാണ്. കാരണം ഇതുപോലെ മാനസികമായി ഈ സാമ്പത്തികമായ മണ്ഡലങ്ങളെ ഓർത്ത് പ്രയാസപ്പെടുന്ന 10,000-കണക്കിന് ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക, അവരുടെ ദുഃഖങ്ങളിൽ അവരോട് പങ്കുചേരുക, അവർക്ക് വേണ്ടി എൻ്റെ മുൻപിൽ നീ കരം ഉയർത്തുക, അവരോട് എൻ്റെ ആലോചനകൾ പങ്കുവെച്ചു കൊടുക്കുക. ഇതിനു വേണ്ടി ദൈവം അനുവദിച്ച ഒരു സമയമായിട്ട് എന്നോട് ആത്മാവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഹായം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയിലൂടെ ഈ മെസ്സേജ് നിങ്ങൾ പങ്കുവെക്കുന്ന സഹോദരങ്ങളെ. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ പെട്ടെന്നൊന്നും എല്ലാവരും ഒരുമിച്ച് വായിച്ച്. ദാവീദും അനുയായികളും 3-ാം ദിവസം സിഗ്ലാഗിൽ എത്തിയപ്പോഴേക്കും അമലേക്യർ നെഗേബും സിഗ്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിഗ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചു കൊണ്ടുപോയി. ആരെയും കൊന്നില്ല. ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോയതായും കണ്ടു. ദാവീദും അനുയായികളും ശക്തി കെടുന്നതുവരെ ദാവീദും അനുയായികളും കരഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മാനസപുത്രനും ഇസ്രായേലിൻ്റെ രാജാവുമായിരുന്ന ദാവീദ്, അവനെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവൻ്റെ എല്ലാ സമ്പത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടു. അത് ശത്രുക്കള് അഗ്നിക്കിരയാക്കി. അവൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. താനൊരു രാജാവാണ്, എന്നാൽ ഒന്നുമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, പ്രത്യാശിക്കാൻ യാതൊരു വകയുമില്ലാത്തൊരവസ്ഥ.
എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് ഈ ഒരു അവസ്ഥയിൽ 10,000-കണക്കിന് ജീവിതങ്ങളായിട്ടുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. കുടുംബം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു. അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചില സമ്പാദ്യങ്ങൾ അതും നഷ്ടപ്പെട്ടു. അത് ബാങ്കുകാർ കൊണ്ടുപോയി, പലിശക്കാർ കൊണ്ടുപോയി, അത് മറ്റു പല വിധത്തിലും അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നീറി കഴിയുന്ന 1000-കണക്കിന് ജീവിതങ്ങളെ കർത്താവ് കാണുന്നു. സഹോദര സഹോദരി, 1 സാമുവേൽ 30:1 ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ച വേഗത്തിൽ. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? ദാവീദും അനുയായികളും 3-ാം ദിവസം സിഗ്ലാഗിൽ എത്തിയപ്പോഴേക്കും അമ്മയിലേക്ക് നെഗേബും സിഗ്ലാലും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. അവർ സിഗ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. സിഗ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കി. നമ്മൾ ശ്രദ്ധിച്ചേ, ദാവീദ് കുടുംബമായി പാർത്തിരുന്ന പട്ടണമാണ് സിഗ്ലാഗ്. അത് അഗ്നിക്കിരയാക്കി. ദാവീദിന് എല്ലാ സമ്പാദ്യം നഷ്ടപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് അവനൊരു പിച്ചക്കാരനേക്കാളും ശോചനീയമായ അവസ്ഥയിൽ അധപതിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. നമുക്കറിയാം, നമ്മൾ വർഷങ്ങളോളം നേടിയെടുത്തത് നിസാര ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. സഹോദരങ്ങളെ, ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന, കടബാധകൾ മൂലം നട്ടം തിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മ തരുന്ന ഒന്നാമത്തെ ആലോചന എന്താണ്? കർത്താവിൻ്റെ നന്മയിൽ സംശയിക്കാതിരിക്കുക. എന്നോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു ഇന്ന് രാവിലെ, ദൈവം എവിടെ? അങ്ങനെയാണ് വയനാട് ദുരന്തം ഉണ്ടാവോ? ഈ വെള്ളപ്പൊക്കം ഉണ്ടാവോ? കർത്താവൊന്നുമില്ല. കർത്താവ് ഇനി വീണ്ടും വരാനൊന്നും പോകുന്നില്ല. എനിക്ക് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവാം. ഞാൻ പറഞ്ഞു, മോനെ, ഇതിനെ പ്രതിയാണെന്ന് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ബ്രദറിന് അങ്ങനെ പറയാം, വിശ്വാസമൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ തന്നെ മണ്ടത്തരമാണ്. അവനങ്ങ് ഇമോഷണലായി. കാരണം എനിക്ക് മനസ്സിലായി, അത്രമാത്രം അവൻ വേദനിക്കുന്നുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനാണ്, കൃപയുള്ളൊരു ചെറുപ്പക്കാരൻ. പക്ഷെ സാഹചര്യങ്ങളെ സമ്മർദ്ദം മൂലം, എല്ലാം നഷ്ടപ്പെട്ടതുണ്ടായി മൂലമുള്ള അവൻ്റെ ആ വേദന മൂലം അവനങ്ങ് എക്സ്പ്രസ് ചെയ്യാണ്. അങ്ങനെ പറയുന്ന ആളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെല്ലാം അങ്ങ് അടിച്ചങ്ങ് പറയാണവൻ. ഇതുപോലെ 1000-കണക്കിന് ജീവിതങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒന്നാമതായി കർത്താവിൻ്റെ നന്മയിൽ സംശയിക്കരുത്. കർത്താവിൻ്റെ നന്മയിൽ സംശയിക്കരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം അറിയാതെയും അനുവദിക്കാഞ്ഞിട്ടുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല, ഒരു പ്രതിസന്ധിയും വരുന്നില്ല. നമ്മുടെ തലയ്ക്ക് മുകളിൽ കർത്താവ് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അരിപ്പ കാണാൻ പറ്റുന്നുണ്ടോ? ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തും വന്ന് വീഴുവാൻ കർത്താവ് സമ്മതിക്കുകയുള്ളൂ. അരിപ്പയുടെ പേരെന്താ? റോമർ 8:28. കർത്താവിൻ്റെ നന്മയിൽ നമുക്ക് സംശയം ഉണ്ടാകരുത്. സാഹചര്യങ്ങൾ എന്തുമാത്രം പ്രതികൂലമാകട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. കർത്താവിൻ്റെ നന്മയിൽ സംശയിക്കരുത്. എത്ര കൊടിയ ദുരിതത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. എത്ര വലിയ പ്രതിസന്ധിയെയും കൃപയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഏത് തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ കർത്താവിന് കഴിയും. എൻ്റെ സഹോദര സഹോദരി, കർത്താവിൻ്റെ നന്മയിൽ സംശയിക്കാതിരിക്കുക. ജെറമിയ പ്രവചനം 29:11 പറയാണ്, കർത്താവ് അരുളി ചെയ്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പം എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എന്തുമാത്രം സാമ്പത്തികമായി തകർന്നവരാകട്ടെ. ഇനി കുറച്ച് നാൾ മുമ്പ് ഒരു കുടുംബനെ കാണാൻ വന്നു. മാത്യു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ആനിയം എന്നാണ്. 3 ആൺമക്കളുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകളാണ്. മൂത്ത മകൻ്റെ പേര് അബ്രഹാം, രണ്ടാമൻ്റെ പേര് ഇസഹാക്ക്, 3-ാമത്തെ മകൻ്റെ പേര് യാക്കോബ്. എനിക്ക് അത്ഭുതം തോന്നി. 14 കോടി കടബാധ്യതയുള്ളവരെ, 14 ലക്ഷമല്ലാട്ടോ, ശ്രദ്ധിച്ചത് നിങ്ങൾ, 14 കോടി കടബാധ്യത, വലിയ സാമ്പത്തിക പ്രതിസന്ധി.
നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, കടം നൽകിയവർ ആക്രമിക്കാൻ വരുന്നു, കുടുംബത്തെ നശിപ്പിക്കുമെന്ന് കൂടെ അവരെ ഭീഷണി മുഴക്കുന്നു. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഞാൻ ആ കുടുംബത്തെ ശ്രദ്ധിച്ചപ്പോൾ 14 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. എന്നാൽ 14 രൂപ പോലും ബാധ്യതയില്ലാത്ത മനുഷ്യനെ പോലെ അവർ സന്തോഷിച്ചും സ്നേഹം പങ്കുവെച്ചും ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. പ്രിയപ്പെട്ടവരെ, അതൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്ന്. 14 കോടിയല്ല, ഇനി 14,000 കോടി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കർത്താവിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു, ദൈവമേ ഇത് എന്നാ ഒരു ഫെയ്ത്തായത്. എൻ്റെ സഹോദര സഹോദരി, എന്തുകൊണ്ട് ആ ഉറപ്പ് അവർക്ക് കിട്ടിയത്? കർത്താവിൻ്റെ നന്മയിലുള്ള ദൃഢമായിട്ടുള്ള ആ ഉറപ്പാണ്. ഒരിക്കലും കർത്താവ് നമ്മളെ ചതിക്കില്ല, നമ്മളെ തകർക്കില്ല, നശിപ്പിക്കില്ല. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം. 14 കോടി കടബാധ്യത അതുപോലെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് ഞങ്ങളുടെ കർത്താവ് എന്നുള്ള ആ കുടുംബത്തിൻ്റെ ഉറച്ച ബോധ്യം. ആ കൊടിയ പ്രതിസന്ധിയിലും സന്തോഷത്തോടെ പ്രശ്നങ്ങൾ തലയ്ക്ക് മീതെ നിൽക്കുക. പക്ഷെ പിറുപിറുപ്പില്ലാതെ, കുറ്റപ്പെടുത്തലില്ലാതെ, ന്യായീകരിക്കലില്ലാതെ ആ അപ്പനും അമ്മയും മക്കളും സന്തോഷത്തോടെ കഴിയാണ് സഹോദരങ്ങളെ. എനിക്ക് ഇതുപോലെയുള്ള അനുഗ്രഹ നമ്മുടെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൊടുക്കണം. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, 30-ാം അധ്യായം, അവിടെ വചനം എന്താ പറയുന്നത്? 20-ാമത്തെ വചനം. യെശയ്യാ 30:20 എന്താ പറയുന്നത്? നീ വായിച്ചോ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നിനക്ക് കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിന്റെ ജലം, നമ്മളിന്ന് അത് കുടിച്ചുകൊണ്ടിരിക്കുക, നമ്മളത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. കൊടിയ ബാധ്യതകള്, സാമ്പത്തിക പ്രതിസന്ധികള്, കൊടിയ ദുരിതങ്ങള്, വിട്ടുമാറാത്ത കടക്കടികള്, കടബാധ്യതകള്. എൻ്റെ ദൈവമേ, വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഞാനും നിങ്ങൾ അകപ്പെട്ടിരിക്കുക. പരിശുദ്ധ വചനം പറയാണ്, ഇതെല്ലാം വന്നാലും നീ ഭയപ്പെടേണ്ട. നിന്റെ നയനങ്ങൾ നിന്റെ കർത്താവിനെ ദർശിക്കും. നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ നീ ഒരു ശബ്ദം കേൾക്കും, മകനെ മകളെ ഇതാണ് വഴി, ഇതിലെ പോവുക. നമ്മളെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ പരിപാലനയുടെ അത്ഭുത പ്രവൃത്തിയാണ് ഈ വചനത്തിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീസസ്, 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 ജീസസ്. നന്ദി പറയുന്ന കർത്താവേ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ലൈവ് ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇത് ദൈവകൃപ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൃപയുടെ സമയമാണ്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ ആ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്ത് ആ നിയോഗങ്ങൾ അറിയിക്കുക. നമുക്കൊന്നിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, പുതുവഴികൾ തുറക്കും. ഒന്നാമത് കർത്താവിൻ്റെ നന്മയിൽ വിശ്വസിക്കണം. കർത്താവിൻ്റെ നമുക്ക് ദോഷകരമായി, നമ്മുടെ നാശത്തിനായി, നമ്മൾ തകർന്നു പോകുവാൻ, നമ്മളില്ലാതാകുവാൻ ഒന്നും കർത്താവ് ചെയ്യുകയില്ല. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് നമ്മെക്കുറിച്ച് കർത്താവിനുള്ളത്. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ 3 പ്രാവശ്യം വിളിച്ച് യേശുവേ എന്ന് വിളിച്ചേ, സ്നേഹത്തോടെ വിളിച്ച് ഈശോയേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. കർത്താവേ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കർത്താവേ കൃപ വർഷിക്കണമേ. ഹലോ, ഞാനിത് ടി വി കേട്ടാൽ മതിയോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എന്താണ് വിഷയം? എന്ത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? സാമ്പത്തികമായി ബുദ്ധിമുട്ടാണോ? സാമ്പത്തികമായി തകർച്ച അല്ലേ? എനിക്കറിയാം, പബ്ലിക്കായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, വിഷമിക്കേണ്ട കേട്ടോ. എത്ര കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും നമ്മളിപ്പോൾ കേട്ടില്ലേ, കർത്താവിൻ്റെ നന്മയിൽ നമ്മളങ്ങ് ഉറച്ചങ്ങ് ബോധ്യപ്പെടുക.
നമുക്ക് ദോഷമായ കർത്താവ് ഒന്നും ചെയ്യില്ല. ഈ സമയം ആ സാമ്പത്തിക പ്രതിസന്ധികളെ സമർപ്പിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാധ്യതകൾ, കടക്കെണികൾ, കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നിച്ച് ഈ സഹോദരന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, ഇതുപോലെ സാമ്പത്തികമായി തകർന്ന് നട്ടം തിരിയുന്ന അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി, ജീവിത വഴിമുട്ടി നിൽക്കുന്നവരെ, കടങ്ങൾ വീട്ടുവാൻ കഴിയാതെ നിൽക്കുന്നവരെ, ലോൺ അടയ്ക്കാൻ പറ്റാത്തവരെ, ജപ്തി മൂലം വേദനിക്കുന്നവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ, സമ്പാദ്യം മുഴുവൻ എല്ലാം ഇല്ലാതായി പോയവരെ, കർത്താവേ കരുണ ചൊരിയണമേ, നിന്റെ ജനത്തോട് കരുണ കാണിക്കണമേ, കരങ്ങൾ ഉയർത്തി അവരെ ആശീർവദിക്കണമേ. എല്ലാവരും കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, അനേകം കുടുംബങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധ വചനം കടന്നു ചെന്ന് അവർക്ക് അത്ഭുത ഡെലിവറൻസ് നൽകട്ടെ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ അനോയിന്റിംഗ്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ജനലക്ഷങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. Lord bless, anoint Lord. ചേർന്ന് പാടിക്കേ, വിശ്വാസത്തോടെ കരമടിച്ച് പാടിക്കേ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ഈശോ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. പറഞ്ഞതുപോലെ നിയോഗങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്കത് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണമേ, ദാവീദിനെല്ലാം അവൻ്റെ വീടും നഷ്ടപ്പെട്ടു, അവൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, അവനെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് നോക്കിയത് നിങ്ങൾ. രണ്ടാമത്തെ വചനം എന്താ പറയുന്നത്? രണ്ടാമത്തെ വചനം 1 സാമുവേൽ 30:2 പരിശുദ്ധ വചനം എന്താ പറയുന്നത്? സ്ത്രീകളെയും പ്രായഭേദമന്യേ മറ്റുള്ളവരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി, ആരെയും ശ്രദ്ധിച്ച് ആരെയും കൊന്നില്ല. 4-ാമത്തെ വചനം പറയാണ്. 4-ാമത്തെ വചനം, ദാവീദും അനുയായികളും നഗരത്തിലെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായതും തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോയതായി കണ്ടു. അപ്പോൾ ഉള്ള സമ്പാദ്യം മുഴുവൻ പോയി. സമ്പാദ്യം മാത്രമാണോ? കുടുംബം നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളൊരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കി. സംഗതി നമുക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട്, കോടികളുടെ ബാധ്യതയുണ്ട്. പക്ഷെ നമുക്കൊരു കുടുംബമുണ്ട്, പ്രിയപ്പെട്ട ഭാര്യ, മക്കൾ, നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നൊരു കുടുംബം നമ്മുടെ ഒപ്പമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ അതും നഷ്ടപ്പെടുകയാണ്. ഒരു കുടുംബം പോയി, ഉള്ള സമ്പാദ്യം മുഴുവൻ പോയി, കൊടിയ ദുരിതത്തിലായി, കൊടിയ പ്രതിസന്ധിയിലായി. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനും പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇതുപോലെ വേദനിക്കുന്ന ഒത്തിരി മക്കള് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായി ആത്മാവിൻ്റെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചനയാണിത്. ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വഴികളാണിത്. ഈ കൊടിയ പ്രതിസന്ധിയിൽ തൻ്റെ സമ്പാദ്യവും തൻ്റെ സകല സമ്പത്തും തൻ്റെ കുടുംബവും തനിക്ക് നഷ്ടപ്പെട്ട് താൻ ആരുമില്ലാത്തവനായി, ഒന്നുമില്ലാത്തവനായി മാറിയപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് എന്താ ചെയ്ത സഹോദരങ്ങളെ? 1 സാമുവേൽ 30:6 ആ വചനം എന്താ പറയുന്നത്? എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ, എല്ലാവരും ഒരുമിച്ച് വായിച്ചേ. ദാവീദ് അത്യധികം ദുഃഖിതനായി, തങ്ങളെ പുത്രിപുത്രന്മാരെ ഓർത്തൊക്കെ വേദനിക്കുകയാണ്. എന്നാൽ ദാവീദ് ഈ കൊടിയ പ്രതിസന്ധിയിൽ എന്ത് ചെയ്തു? അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു. രണ്ടാമത് അതാ ചെയ്യുന്നത്. ഈ കൊടിയ പ്രതിസന്ധി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവമായ കർത്താവിനെ പൂർണ്ണമായി ആശ്രയിക്കുക, കർത്താവിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുക. മക്കളെ, ഈ പ്രശ്നം പരിഹരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ.
കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക, പൂർണ്ണമായിട്ട് ആശ്രയിക്കുക കർത്താവിൽ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 29 മുതൽ വചനങ്ങൾ. പരിശുദ്ധ വചനം പറയുന്നു, തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റുവിടാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്ന ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചാണ് ആത്മാവ് നമ്മൾ അറിയിക്കുന്നത്. അവർ വീണ്ടും ശക്തി പ്രാപിക്കും. എത്രയെത്രയോ സാക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാൻ പറ്റും. എനിക്കറിയാൻ പ്രിയപ്പെട്ടവരെൻ്റെ ഈ 33 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ അനേക രാജ്യങ്ങളിലും ദേശങ്ങളിലും കടന്നു ചെന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചപ്പോൾ പലരും അത്ഭുതത്തോടെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവപ്രവൃത്തി പങ്കുവെച്ചിട്ടുണ്ട്. ഇതുപോലെ കോടികൾ, ലക്ഷങ്ങൾ ബാധ്യതയുണ്ടായിരുന്നവരെ, പക്ഷെ അവർ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവർ പോലും ചിന്തിക്കാത്ത വിധത്തിൽ അസാധാരണമായൊരു ദൈവിക ഇടപെടലുണ്ടാവുകയാണ്. ഞാൻ നിങ്ങൾ ആദ്യമേ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തികൾ വിചിത്രവും അത് വിശിഷ്ടവുമാണ്. വളരെ വിചിത്രമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതുപോലെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, 17-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ ടാക്സ് കൊടുക്കേണ്ട ഒരു അവസരത്തിൽ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, നീ പോയി മീൻ പിടിക്കാൻ പറയും. നീ ആ മീൻ പിടിക്കുമ്പോൾ ആ മീൻ്റെ വായിൽ നമുക്ക് വേണ്ട ആ ടാക്സ് കൊടുക്കാനുള്ള ആ കോയിൻ, സ്വർണ്ണ നാണയം ഉണ്ടായിരിക്കും. നീ അത് കൊണ്ടുപോയി ടാക്സ് കൊടുക്കാൻ പറയാണ്. പത്രോസ്ലീഹ മീൻ പിടിച്ചപ്പോൾ സമയത്ത് ഒരു മീനെ കിട്ടി. ആ മീൻ്റെ വായിൽ സ്വർണ്ണ നാണയം. അതൊരു വിചിത്രമായ പ്രവൃത്തിയെ, സാധാരണ നടക്കുന്നൊരു കാര്യമല്ല. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി, ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതുപോലെ നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് പരിഹാരം തരുവാൻ, പുതുവഴികൾ തുറക്കുവാൻ, ഈ സാമ്പത്തിക പ്രതിസന്ധികളെ മാറ്റി നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം തരുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. മക്കളെ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ വിചിത്രവും അത് വിശിഷ്ടവുമാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഓരോ ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വീണ്ടും ശക്തി പ്രാപിക്കും. ആരെ? കർത്താവിനെ ആശ്രയിക്കുന്നവരെ. പലപ്പോഴും ഈ സെക്കൻഡ് ന്യൂസ്, ഈ മീഡിയ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാട്, അതുപോലത്തെ ഭാരിച്ച ലക്ഷങ്ങളുടെ, കോടികളുടെ ബാധ്യതകളും പ്രശ്നങ്ങളും മറ്റു പല വിധത്തിൽ സാമ്പത്തിക വലിയ പ്രതിസന്ധികൾ മാത്രമല്ല, വേറെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പലപ്പോഴും മാനുഷികമായി ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, എന്തിനാണ് ഈ മിഷനെ ഞങ്ങളെ ഏൽപ്പിച്ചത്? സഭയിൽ എന്തുമാത്രം കാര്യപ്രാപ്തിയുള്ളവരുണ്ട്, സമ്പന്നരുണ്ട്, കോർഡിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. ഇതുപോലെ ദുർബലരായ, ലോകദൃഷ്ടിയിൽ പൊട്ടന്മാരായ, നിസാരരായ ഞങ്ങളെ എന്തിനാണ് കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്? പലപ്പോഴും തോന്നിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഞാൻ പരസ്യമായിട്ടത് ഏറ്റുപറയാം. പക്ഷെ അടുത്ത നിമിഷത്തിൽ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ, കർത്താവേ, ഈ പ്രശ്നത്തിൽ ഞങ്ങളെ ശരണപ്പെടുന്ന കർത്താവേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവിനെ അള്ളിപ്പിടിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ, കർത്താവിനെ വട്ടമിട്ട് പിടിക്കുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ എന്തെന്നില്ലാത്തൊരു എനർജി, പവർ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗം പകരുകയാണ്. വീണ്ടും ശക്തി പ്രാപിക്കും. എത്രയെത്ര അനുഭവങ്ങൾ അതിൻ്റെ വെളിച്ചത്തില് നിങ്ങളോട് ഈ വചനം ബോധ്യത്തോടെ പങ്കുവെക്കാൻ പറ്റുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിത ദൈവം പ്രവർത്തിക്കും വിചിത്രമായ വിധത്തിൽ. നമ്മൾ ചിന്തിക്കാത്ത അപ്രതീക്ഷിതമായ രീതിയിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും. നിങ്ങൾ സംശയിക്കേണ്ട. ആ പത്രോസ്ലീഹ ആ മീൻ പിടിച്ചപ്പോൾ അതിൻ്റെ വായിൽ ആ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നത് പോലെ ഉള്ള ഒരു അസാധാരണമായൊരു ദൈവിക ഇടപെടൽ. ആശ്രയിക്കണം ദൈവത്തെ. പ്രഭാഷകന്റെ പുസ്തകം
2:24 എന്താണ് വചനം പറയുന്നത്? വചനത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പന അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. എല്ലാവരും ഉച്ചത്തിൽ അഭിഷേകത്തോടെ വചനം പറഞ്ഞേ, കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. സഹോദരങ്ങളെ, നമുക്ക് എന്തുമാത്രം കൊടിയ നഷ്ടം, സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടക്കണികൾ, കടബാധ്യതകൾ, ലക്ഷങ്ങളാകട്ടെ കോടികളാകട്ടെ, ആ നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി മാറ്റാൻ, ആ നഷ്ടങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ, ആ ബാധ്യതകളെ കൃപകളാക്കി മാറ്റാൻ ശക്തനും അതിയായവനുമാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കൃപൊഴുക്കണമേ, കൃപൊഴുക്കണം. എപ്പോഴാ നീ ആശ്രയിക്കുമ്പോൾ, കുടുംബമായി ആശ്രയിച്ചോ, ചങ്ക് തുറന്ന കർത്താവിനെ സ്നേഹിച്ചോ, കർത്താവിനെ ചേർത്ത് പിടിച്ചോ, വിചിത്രമായൊരു വഴി ദൈവം തുറക്കും. അസാധാരണമായ ദൈവപ്രവൃത്തി ദൈവം തരും. നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒന്ന് അറ്റൻഡ് ചെയ്യാം. നന്ദി കർത്താവേ, നന്ദി. ഹലോ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാൻ കടവാസി ഒരു കടങ്ങളാണ്. സ്ഥലം കിട്ടാൻ വേണ്ടി അതൊന്ന് കടം ഓഡിയോ അത്ര ക്ലിയർ ആവുന്നില്ല. പക്ഷെ വിഷമിക്കേണ്ട. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും സാമ്പത്തിക ക്ലേശങ്ങളല്ലേ അതല്ലേ നമ്മുടെ പ്രാർത്ഥന നിയോഗം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇതുപോലെ 10,000 മക്കൾ വേദനയോടെ, വളരെ ദുഃഖത്തോടെയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം, ഒരു മനസ്സോടെ വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം, കർത്താവിന്റെ അസാധാരണമായ പ്രവൃത്തികൾ വെളിപ്പെടുന്ന സമയം, ദൈവശക്തി വ്യാപരിക്കുന്ന സമയം, കർത്താവ് തന്റെ വചനമയച്ച് അനേകരെ സുഖപ്പെടുത്തുന്ന സമയം, സാമ്പത്തിക കുരുക്കൾ അഴിക്കുന്ന സമയം, സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്ന സമയം, സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ പകരുന്ന സമയം. കർത്താവെ, കരങ്ങൾ നീട്ടണമേ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. മനുഷ്യർക്ക് അസാധ്യമായത് ഈ ലോകത്തിന് അസാധ്യമായത് കർത്താവേ അങ്ങേക്ക് സാധ്യമാണല്ലോ, അങ്ങേക്ക് സാധ്യമാണല്ലോ. ഞങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്നു യേശുവേ. ജീവിക്കുന്ന ദൈവമേ, അത്ഭുതകരമായ വഴികൾ തുറന്നു തരണമേ. അസാധാരണമായ പ്രവൃത്തികൾ ഞങ്ങൾക്കായി ചെയ്യണമേ. ലോർഡ് റിലീസ്, ബ്ലെസ് ലോർഡ്. ആമേൻ, ആമേൻ. ഇവിടെ ജനത്തിന്റെ കണ്ണീര് കണ്ട്, ഇവിടെ ഹൃദയ തകർച്ച കണ്ട് കർത്താവേ, ഇവിടെ ജനത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അസാധാരണമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്, സഹായം ദൈവത്തിൽ നിന്ന്. കരമടിച്ച് ജപ്തി നോട്ടീസ് വന്നത്, വിദ്യാഭ്യാസ ലോൺ എടുത്തവരെ, വിദേശത്തേക്ക് പോകാൻ ലോൺ എടുത്തവരെ, മക്കൾ വിവാഹത്തിന് വേണ്ടി ലോൺ എടുത്തവരെ, ചികിത്സയ്ക്ക് വേണ്ടി ലോൺ എടുത്തവരെ, പണം പലിശയ്ക്ക് വാങ്ങിയവരെ, ഇതൊന്നും കൊടുത്തു തീർക്കാൻ പറ്റാതെ നട്ടം തിരിയുന്ന മക്കളെ, വിശ്വാസത്തോടെ കർത്താവിന്റെ നാമം വിളിച്ച് നമ്മൾ കരങ്ങൾ അടിച്ചങ്ങ് പാടിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ചേർത്ത് പാടുന്നേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കാലുകളേറെ കോരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. നമ്മുടെ അവസ്ഥ അങ്ങനെയാ മക്കളെ, ഒരിക്കലും ഉയരാൻ പറ്റാത്ത വിധം കുരുങ്ങിക്കിടക്കുക. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ വിശ്വസ്തനായ ദൈവം ആശ്രയിക്കുക, കർത്താവിൽ ശരണപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആ വലിയ ബോധ്യത്തോടെ നമ്മുടെ
യേശു. സകല കെട്ടുമടിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സാമ്പത്തിക കുരുകൾ അടിയട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളിൽ ദൈവശക്തി ഇറങ്ങട്ടെ. കടബാധ്യതകള്, കടക്കെണികള്, അന്യായമായ പ്രശ്നങ്ങള്, കൊള്ള പലിശകള്, ബ്ലേഡ് പലിശകള്, അന്യായ പലിശകള്, കർത്താവേ, ജീവിതങ്ങളെ കുടുംബങ്ങൾ നശിപ്പിക്കുന്ന വായ്പകള്, അത്തരത്തിലുള്ള ബാധ്യതകള്, കർത്താവ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്തിന്റെ അനന്ത ശക്തി, കർത്താവിന്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളാ, ആ കെട്ടുകളെല്ലാം അഴിഞ്ഞു മാറി പോകട്ടെ. ദൈവജനത്തിന്റെ മേൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. റിലീസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓഹോ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇത് അനേക കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ, ആമേൻ, 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 ആമേൻ. നന്ദി കർത്താവേ. പല കുരുക്കുകളും കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുന്നു. എവിടുന്ന് അഴിക്കണം, എങ്ങനെ തുടങ്ങണം, അതുപോലെ കുരുങ്ങിക്കെടുക്കുന്നൊരു വല പോലെയാണ് നമ്മുടെ അനേകം ജീവിതങ്ങളും കുടുംബങ്ങളും. സാമ്പത്തികമായ ഞെരുക്കങ്ങളും ബാധ്യതകളും കടക്കെണികളും മൂലം കുരുങ്ങി കുരുങ്ങി കുരുങ്ങിക്കെടുക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ ആത്മാവിൽ കാണുന്നു. സഹോദരങ്ങൾ, ആ കുരുക്കഴിക്കാൻ നമുക്ക് പറ്റില്ല. സർവജ്ഞാനിയും സർവശക്തനുമായി നമ്മുടെ കർത്താവിനെ ആ കുരുക്ക് എവിടെ നിന്ന് അഴിക്കണം, എങ്ങനെ അഴിക്കണം എന്ന് കർത്താവിന് അറിയാം. അവൻ ആ കുരുക്കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. സുഭാഷിത പുസ്തകം 3:5, സുഭാഷിതങ്ങൾ 3:5. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. കോടികളുടെ ഈ ബാധ്യതയിൽ, ലക്ഷക്കണക്കിന് രൂപയുടെ ഈ ബാധ്യതയിൽ, കടക്കണി മൂലം നട്ടം തിരിയുന്ന നിന്റെ ജീവിത സാഹചര്യത്തിൽ ഞാനും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? 6-ാമത്തെ വചനം, സുഭാഷിതങ്ങൾ 3:6. അപ്പോൾ എന്താ സംഭവിക്കുക? നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവ് നിനക്ക് വേണ്ട വഴികൾ തെളിച്ചു തരും. ഹല്ലേലൂയ. നിനക്ക് വേണ്ട വഴികൾ കർത്താവ് തുറന്നു തരും. ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറഞ്ഞു, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളും ചെലവുകളും ഇപ്പോഴും ഉണ്ട്. വെറുതെ പറയുന്നതല്ല. ഓരോ ദിവസം കടന്നു പോകാൻ ലക്ഷക്കണക്കിന് രൂപ വേണം. നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്, കർത്താവ് ഇന്ന് തരും, ഇന്ന് കർത്താവ് അങ്ങ് തരും. അതിനുള്ള യാതൊരു സോഴ്സും ഇല്ല. സോഴ്സ് ദൈവം മാത്രമാണ്, കർത്താവ് മാത്രമാണ് സോഴ്സ്. അല്ലാതെ ഇത്ര ലക്ഷം ഇന്ന സ്ഥലത്തു നിന്ന് വരും, ഇത്ര ലക്ഷം ഇന്ന ദേശത്ത് നിന്ന് വരും, അങ്ങനെയൊന്നും ശക്യാനിക്കില്ല സഹോദരൻ. കാരണം ഇത് കോവിഡ് കാലഘട്ടത്തിലാണ് ഈ മീഡിയ രൂപപ്പെടുന്നത് തന്നെ, ഈ ചാനൽ വരുന്നത്. നമുക്ക് അങ്ങനത്തെ സംവിധാനമൊന്നും ഇതുവരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന സാധാരണക്കാരിലൂടെ ദൈവം അങ്ങ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, കർത്താവ് അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുക. വിചാരിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ, ചിന്തിക്കാത്ത വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് ഓരോ ദിനവും ഈ മാധ്യമ ശുശ്രൂഷയെ കരം പിടിച്ചുകൊണ്ട്, ഞെരുക്കങ്ങൾ ഒത്തിരിയുണ്ട്, കഷ്ടപ്പാടുണ്ടെങ്കിലും ഇത് മുങ്ങിപ്പോകാൻ, ഇത് തളർന്നു പോകാൻ, ഇത് ഇല്ലാതാകുവാൻ കർത്താവ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഈ 5 വർഷമായി എത്ര വിശ്വസ്തയോടെയാണ് നമ്മുടെ ശക്യന നേഴ്സിനെ തൻ്റെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതകരമായ കർത്താവ് പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം വഴി തെളിച്ചു തരും, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഇത് വെറും വാക്കല്ല, ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നിന്റെ കുടുംബത്തിന് വഴി ദൈവം തെളിച്ചു തരും. നീ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ, നിന്റെ ഞെരുക്കങ്ങളിൽ, കഷ്ടപ്പാടുകളിൽ, നിന്റെ കണ്ണുനീരുകളിൽ, നൊമ്പരങ്ങളിൽ നിനക്ക് നിന്റെ ദൈവം വഴി തെളിച്ചു തരും. എന്താ ചെയ്യേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്.
നമ്മൾ ചില സാഹചര്യം നമ്മളിങ്ങോട്ട് പകച്ച് പരിഭ്രമിച്ച് നിങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. പരിഭ്രമിച്ച് നമുക്കൊരു ആ ഭയത്തിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മൾ നശിപ്പിച്ച് കളയും. ആ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ ആലോചനയല്ല മക്കളെ, പലതും ദൈവത്തിൻ്റെ ആലോചനയല്ല. അതവിടെ സ്വന്തം ബുദ്ധി ആശ്രയിക്കരുത്. അവര് പറയുന്നത് ഇവര് പറയുന്നതല്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കണം. ദൈവത്തിൻ്റെ ആലോചന ലഭിക്കാൻ നീ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. അപ്പോൾ നിനക്ക് വേണ്ട വഴി ദൈവം തെളിച്ചു തരും. നീ പോകേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. നിന്റെ കുടുംബം എന്താണ് ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞു തരും, സംശയിക്കേണ്ട. മൂന്നാമത്തെ കാര്യം അതാ. ദാവീദ് എന്താ ചെയ്തത്? മൂന്നാമത്, കുടുംബം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തവനായി, ആരുമില്ലാത്തവനായി ദാവീദ് മാറിയപ്പോൾ അവൻ എന്താ ചെയ്തത്? 1 സാമുവേൽ 30-ാം അധ്യായം 7-ാമത്തെ വചനം. ദാവീദ് അഹിമലേക്കിന്റെ മകനും പുരോഹിതനുമായ അബിയാദറിനോട് പറഞ്ഞു, എഫോദ് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അബിയാദർ അത് കൊണ്ടുവന്നു. ഉടനെ 8-ാമത്തെ വചനം, അവൻ ദൈവത്തോട് ആരാഞ്ഞു, ദൈവത്തോട് ആലോചന ചോദിച്ചു. ദാവീദ് പറഞ്ഞു, ഞാൻ അമലേക്കിനെ പിന്തുടരണമോ? കർത്താവേ നീ സംസാരിക്കണമേ. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഓരോ ക്രൈസസും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. ഓരോ ക്രൈസസും ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനും ഇടപെടുവാനുമുള്ള വഴിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്, അത് വലിയൊരു യാഥാർത്ഥ്യ. കോടികളുടെ കടബാധ്യതയുണ്ട്, നമുക്ക് ഒത്തിരി ലോൺ അടയ്ക്കാനുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ കടം ഇങ്ങനെ കുമിഞ്ഞു കൂടി വർദ്ധിച്ചു വരുന്നു. നമുക്ക് ഒത്തിരി ആകുലതകളുണ്ട്. ഇങ്ങനെ പോയാൽ കുടുംബം എന്ത്, മക്കളുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജീവിതം, ദൈവമേ ഇത് ലോൺ അടയ്ക്കണം, അവരാ ചെലവ്, ഈ ചെലവ്, വരുമാനം കുറയുന്നു, ചെലവ് ഒരുപാട് വർദ്ധിക്കുന്നു, നമ്മൾ ഒരുപാട് വ്യസനിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി, എന്താണ് ആത്മാവ് പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്താ സംസാരിക്കുന്നത്? നീ ദൈവത്തോട് ആലോചന ചോദിക്കണം. ഈ പ്രതിസന്ധിയിലൂടെ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്, നിന്നോട് ഇടപെടുവാനുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ. പരിശുദ്ധ വചനം പറയുന്നു, യെശയ്യാ പ്രവചനം 31:1. അവിടുത്തെ കർത്താവിന്റെ വചനം പറയുന്നത്, കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സിസ്റ്റം, ലോകത്തിന്റെ സംവിധാനങ്ങളിലെ, മാനുഷിക ശക്തികളിലെ, നമ്മുടെ അനുഭവങ്ങളിലെ, നമ്മുടെ പരിചയങ്ങളിലെ ആശ്രയിക്കുക. അതിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ദുരിതമെന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അറിയിക്കുകയാണ്. നമ്മൾ ആലോചന തേടേണ്ടത് ദൈവസന്നിധിയിലാണ്. ദൈവം വഴി തെളിച്ചു തരും. ഈ സെപ്റ്റംബർ മാസം 2-3 തീയതികൾ, ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ 2 തീയതികളിൽ ഷെക്കേനയിൽ 24 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുഴുവൻ ആരാധനയായിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, വലിയൊരു കൊടിയ പ്രതിസന്ധി. അത് ഈ ചാനലുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു സംഗതിയാണ്. ഞാൻ പറഞ്ഞത് പബ്ലിക് ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് നിങ്ങളെ അറിയിക്കാൻ പറ്റത്തില്ല. അതിന് കോടികളുടെ ചെലവുണ്ട്. നമ്മളെപ്പോലെ മറ്റു പല ചാനലുകളും അത് അവർ ഷെയർ കൊടുത്ത് ആ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനുള്ള വകുപ്പില്ല, നമുക്കതിനെ പറ്റുന്നില്ല. കാരണം ഇതൊരു ന്യൂസ് ചാനൽ ആയതുകൊണ്ട് അതിനേക്കാൾ 10 മടങ്ങ് ചെലവുകൾ വേണം. അത് കേട്ടാൽ നമ്മുടെ മാനുഷികം പറഞ്ഞാൽ നമ്മുടെ ബോധം പോവും. നമുക്കതൊന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല സഹോദരങ്ങളെ. ഇതൊരു വിചിത്രമായ ദൈവത്തിന് ഇടപെടൽ വേണം, എങ്കിലും ഇതൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കർത്താവ്, ഈ കൊടിയ പ്രതിസന്ധി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം? ഇതെങ്ങനെ അതിജീവിക്കേണ്ടത്? ഞങ്ങൾ എങ്ങനെയാ ഈ വിഷയത്തെ കാണേണ്ടത്? കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ടീം ഷെക്കേന 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ആലോചനയ്ക്ക് വേണ്ടിയിരിക്കുകയാണ്. പക്ഷേ കർത്താവ് ചില വഴികൾ പറഞ്ഞു തന്നു. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ചാനൽ നിലനിൽക്കണം. ഇത് സഭയ്ക്കും സമൂഹത്തിനും അനേകം ദൈവജനത്തിന് ഇത് അനുഗ്രഹമായി മാറാൻ നിങ്ങൾ ചങ്കായി ഇതിന് കൂടെ ഉണ്ടാവണം. മക്കളെ ചേർത്ത് പിടിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, ഏത് പ്രതിസന്ധി ആവട്ടെ അവിടെ ദൈവത്തിന് ആലോചന ചോദിക്കേ. ദൈവം എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നത്, എൻ്റെ കുടുംബത്തിന് ഇത് വന്നത്,
ഈ ലക്ഷങ്ങളെ ബാധ്യത. എൻ്റെ മകൾ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. അവരവിടെ കിടന്ന് നട്ടം തിരിയുന്നു. ഇവിടെ ആണെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രയാസം. ദൈവമേ, എന്ത് ചെയ്യും? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി? എന്തുകൊണ്ട് ഒരു കുടുംബത്തിന് ഈ സാമ്പത്തിക ബാധ്യത വന്നത്? എന്തുകൊണ്ട് എൻ്റെ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയത്? ദൈവത്തിന് നിന്നോട് എന്തോ പറയാനുണ്ട് സഹോദര സഹോദരി. ദൈവത്തിന് ചില പ്രവൃത്തികൾ നിന്റെ കുടുംബത്തിന് കാണിച്ചു തരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിഭ്രമിക്കരുത്. നമ്മളിങ്ങനെ ആകെ വിഷമിച്ച് ഒരു നിരാശപ്പെട്ടൊരു എന്താ പറയുക, നമ്മളിങ്ങനെ വിഷാദത്തിലേക്ക്, ഭയങ്കര ഗ്ലൂമി വിഷാദത്തിലേക്ക്, മിണ്ടാട്ടമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കമില്ല, ഭയങ്കരമായ ടെൻഷൻ മൂലം ഭയം പിടികൂടി, ആകുലത പിടികൂടി. എത്ര മക്കളെ ഇന്ന് വളരെ നരകതുല്യമായി വേദനയോടെ ജീവിക്കുന്നത്. എൻ്റെ സഹോദര സഹോദരി, എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നീ ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക, അവിടുന്ന് സംസാരിക്കും. ഒറ്റ വചനം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ ഞാൻ പറയാണ്. എത്ര അനുഭവങ്ങളുണ്ടെന്നറിയോ? ഇതിന് ആരംഭ കാലഘട്ടത്തിൽ ഇതിൽ പരസ്യം വേണോ? നല്ല പരസ്യങ്ങൾ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് നമ്മുടെ സഭയുടേതായ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ, അങ്ങനെ നമുക്കിത് കുറച്ച് പൈസ കെട്ടി നടത്തിക്കൊണ്ടു പോകാം. ഇങ്ങനെ പല പല ചിന്തകളും ആലോചനകളും ആസൂത്രണങ്ങളൊക്കെ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് എന്ത് ചെയ്യണം? പെട്ടെന്ന് കർത്താവ് പറയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസത്തിലൂടെ ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കാൻ റെഡിയാണെന്ന് കർത്താവ് പറയാ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. കർത്താവ് അങ്ങ് നമുക്ക് വഴികൾ തെളിച്ചു തരും. അപ്പൊ ആലോചന ചോദിക്കണം. കൊണ്ടു ദൈവം പറഞ്ഞു, ഇത് ഒരു പരസ്യം വേണ്ട, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എനിക്ക് ഈ ചാനൽ കൊണ്ടുനടക്കാൻ പറ്റും, എനിക്കിതിനെ നയിക്കാൻ പറ്റും, ഇതിനെ ബ്ലസ് ചെയ്യാൻ പറ്റും. എൻ്റെ ജനത്തിലൂടെ ഈ ചാനലിനെ മുന്നോട്ട് നയിക്കാൻ, പരിപാലിക്കാൻ എൻ്റെ കരങ്ങൾക്ക് കഴിയും. യു ബിലീവ്, നീ വിശ്വസിക്കുക, നീ എന്നിൽ ശരണപ്പെടുക, നീ എൻ്റെ ആലോചനയിൽ നടക്കുക. ദൈവം അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഇതുവരെ ദൈവം എത്തിച്ചു. ആ കർത്താവിന് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്, നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യുക. ദൈവമേ, പറഞ്ഞതുപോലെ നിങ്ങളുടെ സമയം നോക്കണ്ട, നിങ്ങൾ ഇതിലേക്ക് കമൻറ്റ് ചെയ്യും മക്കളെ. നിങ്ങൾ ഫോൺ ചെയ്ത് അറിയിക്കുക. യൂട്യൂബിൽ അത് കമൻറ്റ് ചെയ്യും. നമ്മൾ ഒന്നിച്ച് ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ് വിഷയത്തിന് വേണ്ടി. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ പ്രത്യേക ഈ മേഖലയിൽ തകർന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവാണ്. നമുക്ക് ആ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സന്തോഷപ്രദം. വളരെയധികം ഞങ്ങൾക്ക് ബാധ്യതകളുണ്ട്. ഞങ്ങൾക്ക് സ്ഥലം അത് മാറും. കോളിങ്ങനെ കട്ടായി ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ഞങ്ങളുടെ സ്ഥലം ഒന്ന് സന്തോഷം പ്രാർത്ഥിക്കണം. കടബാധ്യത മൂലല്ലേ സ്ഥലം അത് ഡിസ്പോസ് ആവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? കടം ഒന്ന് മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ 10,000 ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അഭിഷേകം കർത്താവിനെ സമർപ്പിച്ച്, നമുക്ക് പൂർണ്ണമായിട്ട് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലോ സാമ്പത്തിക പ്രതിസന്ധിയാണ് നമുക്ക് മനസ്സിലായി. നമുക്ക് ആ പ്രതിസന്ധിയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി, ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നട്ടം തിരിയുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, വേദനിക്കുന്നവരെ, കർത്താവെ, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കുരുങ്ങിപ്പോയ മക്കള്, കർത്താവെ ശക്തി പകരണമേ, അഭിഷേകം പകരണമേ, ആത്മാവിനെ വർഷിക്കണമേ. അത്ഭുതകരമായ ഇടപെടലുണ്ടാകട്ടെ, അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടട്ടെ. കരമുയർത്തി ഒറ്റ വിളി, യേശുവേ. ദൈവമേ, അത്ഭുതകരമായ ഇടപെടലുകള് സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയോട് ആലോചന ചോദിച്ച്, അങ്ങയുടെ പ്രോമിസിൽ വിശ്വസിച്ച്, അങ്ങയോട് ചേർന്നിരിക്കുവാൻ കൃപ തരണമേ. നന്ദി കർത്താവേ. ആമേൻ. സഹോദരങ്ങളെ, ഒരു കാര്യം പെട്ടെന്ന് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ, ദുരിതങ്ങളിൽ, എന്ത് തന്നെ ആവട്ടെ,
ഏത് സാഹചര്യത്തിലും തന്നെ സ്നേഹിക്കുന്നവരെ, തന്നെ ആശ്രയിക്കുന്നവരെ, തന്നോട് വിശ്വസ്ത പുലർത്തുന്നവരെ പരിപാലിക്കുവാനും അവർക്ക് വേണ്ടത് പ്രദാനം ചെയ്യാൻ, അവരെ വളർത്താനും ഉയർത്താനും വിശ്വസ്തനാണ് ദൈവമായ കർത്താവ്. എനിക്കറിയാം, ഈ കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നാളുകളിലും ചില ജീവിതങ്ങളെ കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചു. ചില ബിസിനസ്സുകൾ, ചില വ്യക്തിത്വങ്ങളെ ഞാൻ അവരെ പലരും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വില കൊടുത്ത് അതിനനുസരിക്കുകയാണ്. ദൈവത്തുള്ള വിശ്വസ്തതയിൽ വ്യാപരിക്കുകയാണ്. അവർക്ക് കഴിയുന്നത് പോലെ അവർ മാക്സിമം അവരതിനു വേണ്ടി എഫർട്ട് ഇടുന്നു. അവരതിനുവേണ്ടി അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു. കഠിന ക്ഷാമത്തിന് നാളുകളിലും 100 മേനി വിളവ് കൊടുക്കാൻ ദൈവമായ കർത്താവ് ഇസഹാക്കിനോട് കരുണ കാണിച്ചതുപോലെ എത്ര കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ നാളുകളിലും തന്നെ ആശ്രയിക്കുന്നവരെ പോറ്റുവാനും തന്നോട് വിശ്വാസം പുലർത്തുന്നവരെ പരിപാലിച്ച് വളർത്തുവാനും കഴിയുന്നവനും അതിയായവനുമാണ് കർത്താവായ യേശു. അത് വിശ്വസിക്കണം സഹോദരങ്ങളെ. എത്രമാത്രം അനുഭവങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ചിന്തിച്ചു, ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവം ഷാലോമിനെ നയിക്കുന്നത്, നമ്മുടെ ഗുഡ്നസ് ടിവിയെ നയിക്കുന്നത്, ഷെക്കേനെ ന്യൂസിനെ നയിക്കുന്നത്, ഇതൊന്നും നിന്നു പോയിട്ടില്ലല്ലോ. ഈ മാധ്യമ ശുശ്രൂഷകളൊക്കെ പ്രതിസന്ധിയും ദുരിതമൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് കരം പിടിച്ച് നയിക്കുകയല്ലേ. 1-2 രൂപ മതിയോ? കോടിക്കണക്കിന് രൂപ വേണം. ഇത് എവിടുന്ന് വരുന്നു? ആര് തരുന്നു? ദൈവം തരുന്നു. ഏത് സമയത്ത്? കൊടിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ സമയത്താണ് ഇതുപോലെ ദൈവം പ്രവർത്തിക്കുന്നത്. സഹോദര സഹോദരി, നീ വിശ്വസിച്ച് ആശ്രയിച്ചാൽ, നീ വിശ്വസതയോടെ നിന്നാൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. പുതുവഴികൾ ദൈവം തുറന്നു തരും. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കേ, ദൈവം നിനക്ക് വേണ്ട വഴി തെളിച്ചു തരും. അതുകൊണ്ട് ഈ ദുരിത കാലങ്ങളിൽ, ഈ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണം? കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കണം. നീ പ്രാർത്ഥിക്കണം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചോ, കർത്താവിനെ ആരാധിച്ചോ, കർത്താവിനെ നാമം വിളിച്ചങ്ങ് സ്തുതിച്ച് അപേക്ഷിച്ചോ. യാക്കോബിന്റെ ലേഖനം 5:13 എന്താ പറയുന്നത്? യാക്കോബിന്റെ ലേഖനം 5:13 എന്താ പറയുന്നത്? നിങ്ങളിടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അവർ കർത്താവിനെ ആരാധിക്കട്ടെ, കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കട്ടെ. 32-ാം സങ്കീർത്തനം 6-ാമത്തെ വചനം, സംസ് 32:32 എന്താ പറയുക? നിങ്ങൾ അവിടെ പറയുകയാണ്, സങ്കീർത്തനം 32:6, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ, കഷ്ടപ്പാടുകളിൽ, ദുരിതങ്ങളിൽ, സഹനങ്ങളിൽ, പരാജയങ്ങളിൽ, വേദനകളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല, അതവരെ മുക്കിക്കളയില്ല, അതവരെ നശിപ്പിക്കില്ല, അവരെ തകർക്കില്ല. മക്കളെ, ഈ സാമ്പത്തിക പ്രളയമൊന്നും നമ്മളെ കൊണ്ട് പോവില്ലെന്ന്. നിനക്ക് കോടിയുടെ കടബാധ്യതയുണ്ട്, ശരിയാ. 10 കോടി, 15 കോടി, 50 കോടി, 50 ലക്ഷം, 25 ലക്ഷം, 75 ലക്ഷം, ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ള മക്കളെ, അതെന്തുമാത്രം ഈ ബാധ്യതകൾ കരകവിഞ്ഞൊഴുകിയാലും അത് നിന്നെ സമീപിക്കാതെ നിന്നെ സംരക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ പോറ്റുവാൻ മതിയായവനാണ് കർത്താവായ യേശു. നീ വിളിച്ചപേക്ഷിക്കുക, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. ഒറ്റ വചനം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്, സങ്കീർത്തനങ്ങൾ 34:17-18 ആ വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച്. നീതിമാന്മാർ സഹായത്തിന് വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് കർത്താവ് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കെല്ലാം കർത്താവിന് സമർപ്പിക്കാം. തുറന്നു വരുന്ന ആരാധന സമയത്ത് നിങ്ങളെ കടബാധ്യതകളെല്ലാം കർത്താവിന് മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള നോട്ടീസുകളോ വായ്പകളോ ഒക്കെ നിങ്ങളുടെ കൈകളിലും കുടുംബങ്ങളിലും ഇപ്പോൾ അതൊക്കെ എടുക്കുക. നിങ്ങൾ പരിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്ന സമയം, നമ്മുടെ സമൂഹങ്ങളിലേക്ക് വരുന്ന സമയം, നിങ്ങൾ മുട്ടുകുത്തിയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നോ അതെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നിർത്തിപ്പിടിക്കണം. ദൈവശക്തി ഇറങ്ങുകയാണ് മക്കളെ. പത്രോസ് ആ മീൻ പിടിച്ചപ്പോൾ ആ മീൻ്റെ വായിൽ സ്വർണ്ണനാണയം കണ്ടതുപോലെ വിചിത്രമായ വിധത്തിൽ, നമ്മൾ ചിന്തിക്കാത്ത വിചാരിക്കാത്ത രീതിയിൽ ദൈവം ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ഈ സമയം ദൈവം ചില ഇടപെടലുകൾ നടത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അതിസ്വാഭാവികമായ പ്രവർത്തികൾ വെളിവാക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഒപ്പം അടുത്ത ദിവസങ്ങളിൽ ഇതിനോട് ബന്ധപ്പെട്ട ലൈവുകളുണ്ട്. കുടുംബ തകർച്ച മൂലം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തകർന്ന കുടുംബങ്ങൾ,
തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം വ്യാഴം വെള്ളി, അതിൻ്റെ തൊട്ടടുത്ത ദിവസം മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, ആ മക്കൾക്ക് മക്കളുടെ ഡെലിവറൻസിനും അവർ പരിശുദ്ധാത്മം നിറയാനും വചനത്താൽ ശുദ്ധീകരിക്കപ്പെടാനുമായിട്ടുള്ള ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒക്ടോബർ മാസത്തിൽ 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ അഭിഷേകം, ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നമുക്ക് തരുന്ന. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ച് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ശുശ്രൂഷ നടത്തുന്നത്? നിത്യജീവനെക്കുറിച്ചും കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും ഈ കാലത്തിന് അടയാളങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവജനത്തെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ശുശ്രൂഷകൾ, അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതാണ് അടിസ്ഥാന ശുശ്രൂഷ. എന്നാൽ അനുദിന ജീവിതത്തിൽ നട്ടം തിരിയുന്ന, വേദനിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവിടെ കണ്ണീരും കഷ്ടപ്പാടും നമ്മൾ കാണാതെ പോകരുത്. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ വേദനയിൽ നീ പങ്കുചേരുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ദൈവിക ആലോചനയുടെ ഭാഗമായിട്ടാണ് സാമ്പത്തികമായി തകർന്ന മക്കൾക്കായി ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ആദ്യ ആഴ്ചയിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ശുശ്രൂഷ വരാൻ പോവുകയാണ്. നിങ്ങൾ ഷെക്കൻ ന്യൂസിലൂടെ അതിൻ്റെ പ്രൊമോയും നമ്മുടെ യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ അതിൻ്റെ പ്രൊമോഷണൽ കാർഡുകളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ച് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ വരുന്ന വ്യാഴാഴ്ച നമ്മൾ പ്രത്യേകമായി തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ നടത്തുകയാണ്. 9 തൊട്ട് 10 വരെ തകർന്ന കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ പ്രശ്നത്തിലും തകർച്ചയിലുമാണ് മക്കളെ. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ ആത്മീയ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് വരണം. വെള്ളിയാഴ്ച രാത്രി 9 മുതൽ 10 വരെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, മോനിക്ക പ്രയർ. ഈ 2 ശുശ്രൂഷകൾക്കായി നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ആരാധന ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ ഒരുപാട് ലക്ഷങ്ങളല്ല കോടികൾ ആവശ്യമുണ്ട് നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട്. സഹോദരങ്ങളെ സഹായിക്കണം, കരം നീട്ടണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കർത്താവിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട്, കർത്താവിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കൗണ്ട് നമ്പറിലേക്ക് കഴിയുന്നതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഈ 4 ദിവസങ്ങളിൽ. അതുപോലെ അവിടെ ഗൂഗിൾ പേ നമ്പറുണ്ട്, നിങ്ങൾ അതിൽ സെൻഡ് ചെയ്യണം. നമുക്ക് പല പണികളും പല കാര്യങ്ങളെല്ലാം തീർക്കാനുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. സഹോദരങ്ങളെ കൈനീട്ടി സഹായിക്കണം. ഒപ്പം ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.